Very good morning to all my dear students. The last class we have discussed about the objectives or importance of managerial economics and the relationship between managerial economics with the other subjects. That means relationship between the managerial economics and the microeconomics, managerial economics with the macroeconomics, managerial economics with the statistics, managerial economics with the accounting, maths, and other operation research. Okay. Today we are going to discuss about the fundamental concepts of or theories of managerial economics. That means basic economic tools of managerial economics. Basic economics which can be applied in the managerial economics എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നീ എടുക്കാൻ പോകുന്നൊക്കെ ചെറിയ ചെറിയ പോയിന്റ് കാരണം പക്ഷെ അതിൻ്റെ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് ആ കോൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിലേക്ക് എഴുതണം. അത് ഇതിൽ നോട്ടായിട്ട് കാണില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് കേട്ടിട്ട് എന്താണെന്ന് മനസ്സിലായത് ആ രീതിയിലേക്ക് നിങ്ങൾ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ കോൺസെപ്റ്റ് എന്താണെന്ന് എഴുതാം. ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിലും പറയും. ഓക്കെ, അത് വീണ്ടും എഴുതിയാൽ മതി. ഓക്കെ, the basic economic tools or principles of managerial economics. It is also known as fundamental concept or theories in managerial economics. എന്ന് പറഞ്ഞാൽ ബിസിനസ് എക്കണോമിക്സിൻ്റെ ടൂൾസുകൾ അല്ലെങ്കിൽ മാനേജറിയൽ എക്കണോമിക്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്കണോമിക്സിൻ്റെ ടൂൾസുകൾ ഏതൊക്കെയെന്നുള്ളതാണ് നോക്കുന്നത്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ഗോൺ. നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ഗോൺ, അതാണെന്ത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ബിക്കോസ് ലൈഫ് ഈസ് ഫുൾ ഓഫ് ചോയ്സ്. നമുക്ക് നോക്കിയാൽ മതി, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ് മലയാളത്തിന് അവസരാത്മകമായിട്ടുള്ള ചെലവ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതാണ് പറയുന്നത് ലൈഫ് ഈസ് ഫുൾ ഓഫ് ചോയ്സസ്. ദിസ് ഇസ് ബിക്കോസ് റിസോഴ്സസ് ആർ സ്കേഴ്സ് അല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾക്കൊരു 5 സെൻറ്റ് സ്ഥലമുണ്ടെന്ന് നിങ്ങൾ കരുതുക. 5 സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഒരു വീട് വെക്കാമായിരുന്നു, നമുക്ക് വേണമെങ്കിൽ അതിലൊരു ഫ്ലാറ്റ് പണിതിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാമായിരുന്നു, നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഷോപ്പിംഗ് മാൾ നമുക്ക് തുടങ്ങാമായിരുന്നു. ഒക്കെ നമുക്ക് മുന്നിലുള്ള അവസരങ്ങളാണ്. നമ്മളത് 3-4-5 അവസരങ്ങൾ നമ്മളെന്ത് മുമ്പിൽ ഉണ്ടാക്കും അല്ലേ. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ സ്ഥലം വേണമെങ്കിൽ റോഡിനരികിലാണ്, നിയറസ്റ്റ് റോഡ്, സോ വി ക്യാൻ ബി ടേക്ക് ആസ് എ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കിയിട്ട് മാറ്റാം. അതല്ലെങ്കിൽ വി ക്യാൻ ബിൽഡ് ആസ് എ ഹൗസ്, ഒരു ഹൗസായിട്ട് നമുക്ക് മാറ്റാം. അതല്ലെങ്കിൽ നമുക്ക് റെൻറ്റിന് കൊടുക്കുന്ന വല്ല വില്ലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ പറയും അല്ലെ അപ്പാർട്ട്മെൻറ്റ്സോ എന്തെങ്കിലും ആക്കാം. ഇതൊക്കെയാണ് മുന്നിലുള്ള ചോയ്സുകളാണ് അല്ലേ, ചോയ്സുകളാണ്. പക്ഷേ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ആകെ 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാനും പറ്റില്ല. സോ ദേ വിൽ ബി ടേക്കൺ ആസ് ദി ബെസ്റ്റ് സോഴ്സ് അല്ലേ. അതിൽ ബെസ്റ്റ് ചോയ്സുകളെ അവരെന്ത് ചെയ്യും, അതിലൊന്ന് തിരഞ്ഞെടുക്കും. ഏറ്റവും നല്ല വരുമാനം കിട്ടുന്നതും ചിലവ് കുറവുമായിട്ടുള്ള ഒരു ചോയ്സിന് എന്ത് ചെയ്യും, അതിൽ നിന്ന് അവർ പിക്കപ്പ് ചെയ്യും. സോ വി ആർ forgotten that other 2 ഓപ്ഷൻ അല്ല. നമ്മൾ മനഃപൂർവ്വം മറ്റ് 2 ഓപ്ഷൻ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ മറക്കേണ്ടി വരും. എന്തിനാണ് മറക്കുന്നത്? മറക്കാനുള്ള സാഹചര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എല്ലാം ഒരുമിച്ച് നമുക്ക് അതിൽ കൊണ്ടുപോകാൻ പറ്റില്ല. സോ നമ്മൾ അവിടെ എന്താണ് ഒരു ഭാഗത്ത് നിന്ന് വരുമാനം നമ്മൾ ഒഴിവാക്കി. നമ്മൾ ഫ്ലാറ്റ് ആക്കിയിരുന്നെങ്കിൽ നമുക്ക് വേറെ പലതും നമുക്ക് കിട്ടിയിരുന്നു. പക്ഷേ നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സാണ് ആക്കിയത്. തീരുമാനിച്ചെന്ത്, ഷോപ്പിംഗ് കോംപ്ലക്സ് മതി, അതാണ് നല്ലത്. അപ്പോൾ ഫ്ലാറ്റ് ആക്കുമ്പോൾ കിട്ടുന്ന റെൻറ്റ് നമ്മളവിടെ എന്ത് ചെയ്തു, സാക്രിഫൈസ് ചെയ്തു. അത് നമ്മളവിടെ ത്യജിക്കാൻ നമ്മൾ തയ്യാറായി. അപ്പോൾ അതിൻ്റെ കോസ്റ്റാണെന്ത്, നമ്മളവിടെ ത്യജിച്ചത് എത്രയാണോ ആ കോസ്റ്റ്. അപ്പോൾ ഒരു 15,000 റുപ്യ നമുക്ക് വാടക കിട്ടണമെങ്കിൽ ആ 15,000 ആയിരിക്കും നമുക്ക് മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അത് നമ്മളെ മുന്നിലുള്ള അവസരമായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു, ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ആ കോസ്റ്റ് അല്ലെങ്കിൽ അത് കിട്ടാനുള്ള പൈസ നമ്മൾ എന്ത് ത്യജിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ഗോൺ. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, ആൾട്ടർനേറ്റീവ് കോസ്റ്റ് ഓർ ട്രാൻസ്ഫർ കോസ്റ്റ്. ഇനി നമ്മളങ്ങനെ സാക്രിഫൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഇല്ല. ആ ഭൂമി എങ്ങനെ അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് ഉണ്ടെന്നില്ല, ഒരു അവസരം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, കോസ്റ്റ് കൃത്യമായിട്ട് മനസ്സിലിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്.
അതൊക്കെ എടുക്കുക, അതിൽ കേട്ടുന്നുണ്ട് എന്ത് ചെയ്യുക, അത് എഴുതുക. പിന്നെ ചില പോയിന്റ്സുകളൊക്കെ ഉള്ളിൽ പറയും, അതെന്ത് ചെയ്യുക മനസ്സിലാക്കട്ടോ. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്രിമെൻ്റലിസം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്രിമെൻ്റലിസം. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്രിമെൻ്റലിസം. ഇൻക്രിമെൻ്റൽ റീസണിങ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡെസിഷൻസ് ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് കോൺസെപ്റ്റാണ്. ഒന്ന് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആൻഡ് ഇൻക്രിമെൻ്റൽ റവന്യൂ എന്നുള്ളതാണ്. എന്താണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്? ശ്രദ്ധിക്കട്ടെ, ശരിക്കും ശ്രദ്ധിക്കുക. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഈസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം എ ഡെസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ എനി അതർ ഡെസിഷൻ മേക്കിംഗ്. നമ്മളൊരു തീരുമാനം എടുക്കുന്നത് കൊണ്ട് നമ്മുടെ നിലവിലുള്ള കോസ്റ്റിൽ എന്തെങ്കിലും കൂടുകയാണെങ്കിൽ ആ കൂടുകളിൽ നിന്ന് എന്താ പറയുക, ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നിലവിൽ നമുക്കൊരു കോസ്റ്റ് ഉണ്ടായിരുന്നു. ആ കോസ്റ്റ് നമ്മളെടുക്കുന്ന ഒരു തീരുമാനം കാരണം കൊണ്ട് ആ കോസ്റ്റ് കൂടുകയാണെങ്കിൽ അതിനാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക, ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം എ ഡെസിഷൻ. ദാറ്റ് മീൻസ് ചേഞ്ചിങ് ദി കോസ്റ്റ് റിസൾട്ട് ഓഫ് ദി ചേഞ്ച് ഇൻ ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ എനി അതർ ഡെസിഷൻ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റാണ് ഇൻക്രിമെൻ്റൽ റവന്യൂ. എന്താണ് ഇൻക്രിമെൻ്റൽ റവന്യൂ? നേരെ അതേപോലെ തന്നെ ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ റിസൾട്ടിങ് ഫ്രം എ ഡെസിഷൻ. നമ്മൾ തീരുമാനം എടുക്കുന്നത് കൊണ്ട് തീരുമാനത്തിൻ്റെ ഫലമായിക്കൊണ്ട് നമ്മുടെ റവന്യൂവിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതിനാണ് എന്താ പറയുക, ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് രണ്ട് ചേഞ്ച് ഇൻ, അപ്പം രണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആൻഡ് ഇൻക്രിമെൻ്റൽ റവന്യൂ എന്നുള്ള കോൺസെപ്റ്റാണ്. രണ്ട് പഠനമാണ്. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് പറയുമ്പോൾ ചേഞ്ച് ഇൻ കോസ്റ്റ്, ഇൻക്രിമെൻ്റൽ റവന്യൂ ആണ് ചേഞ്ച് ഇൻ റവന്യൂ. എന്തുകൊണ്ട്? ആഫ്റ്റർ ടേക്കിംഗ് എ ഡെസിഷൻ അല്ലെങ്കിൽ ഡ്യൂ ടു എ ഡെസിഷൻ മേക്കിംഗ്. ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ തീരുമാനത്തിൽ വല്ല മാറ്റം വരുത്തുന്നത് കൊണ്ട്, ചേഞ്ച് എടുത്തുകൊണ്ട് നമ്മൾ റവന്യൂവിലും കോസ്റ്റിലും മാറ്റം വരികയാണെങ്കിൽ അതിനാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആൻഡ് ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത്. ഇത് സാധാരണ ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിൾസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ തിയറീസ് ഓഫ് കൺസംഷൻ, പ്രൊഡക്ഷൻ, പ്രൈസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ് closely related to marginal cost and marginal revenue in the theory of pricing. ഇത് സാധാരണ ഉപയോഗിക്കുന്നത് മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആദ്യത്തെ ഒരു ഇതിൽ കോസ്റ്റിൽ വന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് സമയത്ത് നമ്മൾ ഒരു ഡെസിഷൻ എടുത്തു. ആ സമയത്ത് വരുന്ന കോസ്റ്റ് 10 രൂപയാണ്. രണ്ടാമത് നമുക്കൊരു ഡെസിഷൻ എടുത്ത സമയത്ത് കോസ്റ്റ് കൂടി, അല്ലെങ്കിൽ നമ്മൾ പല മാറ്റങ്ങളൊക്കെ വരുത്തിയ സമയത്ത് കോസ്റ്റ് കൂടി. രണ്ടാമത്തെ ഇതിൽ വന്നത് 15 രൂപയാണെങ്കിൽ ഈ 5 മാർജിനൽ അല്ലേ. 10 നിന്ന് 15 ആയപ്പോൾ 10 വരെ സെയിമായി, പിന്നെ അങ്ങോട്ട് 5 കൂടി. അപ്പോൾ ഈ 5 മാർജിനലാണ്. അപ്പോൾ ഈ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഏതാണ്? 5 ആയിരിക്കും. റവന്യൂ അതേപോലെ തന്നെ. അതായത് ഇത് സാധാരണ അപ്ലൈ ചെയ്യുന്നത് എന്തിലാണ്? മാർജിനൽ കോസ്റ്റിനും മാർജിനൽ റവന്യൂവിലും ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. പ്രൈസിങ് കോൺസെപ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വരുത്തിയ മാറ്റം കൊണ്ട് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ശരിക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരാളെ ഇപ്പോൾ 5 ആളെ വെച്ചിട്ട് നിങ്ങൾ സ്ഥാപനം നടത്തുകയെന്ന് കരുതിക്കോളൂ. 5 ആളെ വെച്ചിട്ട് സ്ഥാപനം നടത്തിയ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന വരുമാനം 10,000 രൂപേൻ്റെ വരുമാനം ഉണ്ടായിരുന്നുള്ളതിനും നമ്മളൊരാളെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ഒരു ജോലിക്കാരൻ നമുക്ക് ലഭിച്ചു. അയാളെ നമ്മൾ ജോലിയിലേക്ക് മാറ്റി വെച്ച സമയത്ത് നമ്മുടെ വരുമാനം 15,000 രൂപയായിട്ട് കൂടിയെന്ന് കരുതിക്കോളൂ. അപ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ തീരുമാനം കൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഒരിക്കലും ഓപ്പർച്യൂണിറ്റി കോസ്റ്റും മാർജിനൽ കോസ്റ്റും അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ ഇതൊന്നുമല്ല, ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഒന്നുമല്ല, ഒരേ കോൺസെപ്റ്റ് അല്ല, രണ്ട് ഡിഫറൻസ് തന്നെയാണ്. ഇതോടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചേഞ്ച് കൊണ്ട്, ഒരു മാറ്റം കൊണ്ട് എന്താണ് നമുക്ക് വരുത്തിയിട്ടുള്ളത്, എത്രയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ള ഡിഫറൻസ് എന്ന് കൃത്യമായിട്ട് എന്തെയ്യുന്നു മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. നമ്മൾ 2 കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറഞ്ഞു, ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ, അതാണ് പറഞ്ഞത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്രിമെൻ്റലിസം ഡിസ്കസ് ചെയ്തു. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഉണ്ട്, ഇൻക്രിമെൻ്റൽ റവന്യൂ ഉണ്ട്. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നാൽ ചേഞ്ച് ഇൻ കോസ്റ്റ് ഡ്യൂ ടു ദി മേക്കിംഗ് എ ഡെസിഷൻ. റവന്യൂവിൽ അറിയാം ചേഞ്ച് അല്ല, ചേഞ്ച് ഇൻ due to a decision. Next ആണ് time perspective. Principles of time perspective. Time place. Next ആണ് principles of time perspective.
Time plays a decisive role in economic theory, particularly in pricing. മാർഷലാണ് ടൈമിന് ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ടൈം എന്നാണ് ഒരു എലമെൻ്റ് ഓഫ് ടൈം എന്നാണ് എന്താണ് ഒരു വാല്യൂ തിയറിയിലെ ഒരു വലിയ എലമെൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുന്ന ആരാണ്? മാർഷലാണ് പറയുന്നത്. മാർഷൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹി കോൺസിഡർഡ് 4 ടൈപ്സ് ഓഫ് മാർക്കറ്റ്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ 4 ടൈപ്പ് ഓഫ് മാർക്കറ്റാണ്. വെരി ഷോർട്ട് പീരിയഡ് മാർക്കറ്റ്, ലോങ് പീരിയഡ് മാർക്കറ്റ് ആൻഡ് സെക്യുലർ പീരിയഡ്. അപ്പോൾ മാർഷൽ മാർക്കറ്റിന് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വെരി ഷോർട്ട് പീരിയഡ് മാർക്കറ്റ്, ലോങ് പീരിയഡ് മാർക്കറ്റ് ആൻഡ് സെക്യുലർ പീരിയഡ് മാർക്കറ്റ്. വെരി ഷോർട്ട് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് വാങ്ങണു, അവിടെ നിന്ന് തന്നെ വിറ്റ് പോകണു, അങ്ങനെയാണ്. അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക ചില കപ്പകളൊക്കെ അല്ലേ, കപ്പയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് അല്ലേ എവിടെ നിന്നാണ് തോട്ടം, ആ തോട്ടത്തിൽ നിന്ന് ചിലപ്പോൾ വിറ്റ് പോകുന്ന കോൺസെപ്റ്റുകളുണ്ട്. മീനുകളൊക്കെ അങ്ങനെയാണ്, നമുക്ക് കുറേ കാലത്തേക്ക് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇറച്ചി മീനൊക്കെ നമുക്ക് അറിയാം വെരി ഷോർട്ട് പീരീഡ് ആണല്ലേ. നമ്മൾ അറിവ് കഴിഞ്ഞ് അതേ സമയത്ത് തന്നെ ഇറച്ചിയൊക്കെ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് തന്നെ കടയിൽ കൊണ്ടുപോകുന്നു, വിൽക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് എടുത്തു വെക്കലോ കാര്യങ്ങളോ ഒന്നും അതിലുണ്ടാവില്ല. ഷോർട്ട് പീരീഡ് ആകുമ്പോൾ കുറച്ച് സമയം ലഭിക്കുന്നു, എന്നാലും ഒരുപാട് സമയം നമുക്ക് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ പച്ചക്കറികൾ അതേപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കാൻ സമയം കിട്ടും. പക്ഷെ നമുക്ക് ഒരുപാട് കാലം നമുക്കതിങ്ങനെ എടുത്ത് വെച്ച് കാലങ്ങളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്തു വെക്കാൻ പറ്റില്ല. ലോങ് പീരീഡ് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സമയം കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ അരി, ഗോതമ്പ്, ധാന്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് കുറച്ച് കാലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കച്ചവടം നടത്താൻ പറ്റും. എന്നാൽ നമുക്ക് വർഷങ്ങളോളം അരി സൂക്ഷിച്ച് വെക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അത് എന്ത് ചെയ്യും, നാശമായിട്ട് പോകും. പക്ഷെ എന്നാലോ നമുക്ക് 2 മാസം 3 മാസമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത്. സെക്യുലർ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാര്യം നമുക്ക് എടുത്തു വെക്കാം, വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷത്തേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂക്ഷിക്കാം. ഇപ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ TV അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടൊന്നും നാശമായി പോകുന്ന സാധനങ്ങളില്ല, വർഷങ്ങളോളം നമുക്ക് എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. അതാണ് സെക്യുലർ പീരീഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ടൈം പെർസ്പെക്റ്റീവിലാണ് പറയുക. എക്കണോമിക്സിൽ ഷോർട്ട് റൺ കോസ്റ്റ്, ലോങ് റൺ കോസ്റ്റുകൾ, അതേപോലെ തന്നെ ഷോർട്ട് റൺ പ്രൈസിങ്, ലോങ് റൺ പ്രൈസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് എന്തുണ്ട്, ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് റവന്യൂ എന്താണെങ്കിൽ. അപ്പോൾ അതാണ് ടൈം പെർസ്പെക്റ്റീവ്. നമുക്ക് പ്രിൻസിപ്പിൾസിൽ മാനേജർ എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യുന്ന മറ്റൊരു പ്രിൻസിപ്പിളാണ് ടൈം പെർസ്പെക്റ്റീവ് എന്നുള്ളത്. ടൈം ഭയങ്കര വാല്യൂഡ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്കൗണ്ടിങ്. എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് ഡിസ്കൗണ്ടിങ് എന്നുള്ളത്? പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് ഇന്നത്തെ 1 രൂപൻ്റെ വാല്യൂ ആകില്ല നാളത്തെ 1 രൂപക്ക്. ദ കോസ്റ്റ് ഓഫ് ഡിസ്കൗണ്ട് പ്രിൻസിപ്പിൾ ദാറ്റ് എ റുപ്പി ഇൻ ഹാൻഡ് ടുഡേ ഈസ് വർത്ത് മോർ ദാൻ എ റുപ്പി ടു ബി റിസീവ്ഡ് ടുമോറോ. നാളെ സ്വീകരിക്കുന്ന 1 രൂപനേക്കാൾ വാല്യൂ ആണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള 1 രൂപ എന്ന് പറഞ്ഞാൽ. ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് എ റുപ്പി ഇൻ ഹാൻഡ് that is worth more than a rupee to be received tomorrow. This means the money has time value. This further means that the value of money depreciates with the time. പണത്തിൻ്റെ വാല്യൂ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഡിപ്രീഷിയേഷൻ ചെയ്ത് വരുന്നു, കുറഞ്ഞു വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ശരിക്കും നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു 5 വർഷം മുമ്പ് 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഒരു 1.5 ലിറ്റർ എണ്ണ നമുക്ക് പെട്രോൾ അടിക്കാമായിരുന്നു. അല്ല 50 രൂപയൊക്കെ നമുക്ക് ഉണ്ടാക്കുക. ഒരു 5 വർഷം മുന്നേ അല്ലെങ്കിൽ 6 വർഷം മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. വേണ്ട, ഞാനൊക്കെ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പെട്രോളിന് 35 രൂപയ്ക്ക് 35-40 രൂപയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. സുഖമായിട്ട് ഞങ്ങൾ 20 രൂപയ്ക്കൊക്കെ എണ്ണ അടിച്ചിരുന്നു. 20 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ 1/2 ലിറ്ററിൻ്റെ അടുത്ത് ലഭിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് വളരെ സുഖമായിരുന്നു അല്ലേ. പക്ഷെ ഇന്ന് 84 രൂപയാണ്. അന്ന് 100 രൂപയ്ക്ക് നമുക്ക് സുഖമായിട്ട് 2.5 ലിറ്റർ എണ്ണ അടിക്കാമായിരുന്നെങ്കിൽ ഇന്ന് 100 രൂപയ്ക്ക് 1 ലിറ്ററും ശേഷം ഒരു കഷ്ടിച്ച് ഒരു ലേശം കൂടി നമുക്ക് നിന്ന് ലഭിക്കുന്നു. ദാറ്റ് മീൻസ് നമ്മൾ 100 രൂപ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിക്കാരം അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്? ഒന്നും ലഭിക്കാൻ കിട്ടില്ല. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളതാണ്. കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. അതായത് പൈസ നമ്മൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പൈസക്ക് വാല്യൂ കൂടുതലായി. നമ്മളോട് ഒരാൾ പറയണേ 1 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി,
1,00,000 കയ്യിൽ നിന്ന് കടം വാങ്ങി, ഒരു 10 അല്ലെങ്കിൽ 15 വർഷം മുമ്പ് കടം വാങ്ങി, എന്നിട്ട് ഇപ്പോൾ കൊടുന്നു തരാണ് ആ 1,00,000 തന്നു കഴിഞ്ഞാൽ, അന്ന് 15 വർഷം മുന്നേ 1,00,000 വേണമെങ്കിൽ എനിക്കൊരു 4 പവൻ സ്വർണം വാങ്ങായിരുന്നു അല്ലേ. 25,000 ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 5 പവൻ സ്വർണം വാങ്ങി 20,000 ഉണ്ടാവുള്ളായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ആ 1,00,000 കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തല്ലോ പൈസക്ക് യാതൊരു മാറ്റമില്ല, ആ 1,00,000 തന്നെ കിട്ടുന്നുള്ളൂ, ഒരു മാറ്റം അതിൽ വരുന്നില്ല. പക്ഷേ അതിന് വാല്യൂ ഇല്ല, വാല്യൂ കുറഞ്ഞു പോയി അല്ലേ. ഇന്ന് ആ 1,00,000 2 പവൻ സ്വർണ്ണം എന്ത് ചെയ്യുള്ളൂ, വാങ്ങാൻ കിട്ടുള്ളൂ. അതാണ് മാറ്റം എന്നുള്ളത്. അപ്പോൾ ടൈമിന് വലിയ വാല്യൂ ആണ്. ടൈമിന് ബിസിനസ്സിൽ എന്താണ് വലിയൊരു പ്രസക്തി ഉണ്ട്. ടൈം എന്ത് ചെയ്യുന്നു, അത് വലിയൊരു പ്രസൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ പണത്തിനേക്കാളും വാല്യൂ കൂടുതൽ, നാളത്തെ പണത്തിനേക്കാൾ വാല്യൂ കൂടുതൽ എന്താണ് ഇന്നാണ്. അതുകൊണ്ട് പ്രിൻസിപ്പൾ ഡിസ്കൗണ്ട് ഹാസ് ടു ഡിറ്റർമൈൻ വെദർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ഈസ് പ്രോഫിറ്റബിൾ ഓർ നോട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ട് പ്രിൻസിപ്പൾ ഹെൽപ്സ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു, ടു ഡിറ്റർമൈൻ വെദർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ഈസ് പ്രോഫിറ്റബിൾ ഓർ നോട്ട്. ഇൻ ഷോർട്ട്, ദ ഡിസ്കൗണ്ട് പ്രിൻസിപ്പൾ ഈസ് വെരി യൂസ്ഫുൾ ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. നമുക്ക് കൃത്യമായിട്ട് തീരുമാനം എടുക്കണം, ബിസിനസ് ലാഭത്തിലാകോ നഷ്ടത്തിലാകോ എന്നൊക്കെ മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു തീരുമാനം എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നില്ല. ലാസ്റ്റ് പോയിന്റാണ് ഇക്വിയോ മാർജിനൽ പ്രിൻസിപ്പിൾ. ദിസ് ഈസ് വൺ ഓഫ് ദി വൈഡ്ലി യൂസ്ഡ് കോൺസെപ്റ്റ് ഇൻ മാർജിൻ മാനേജീരിയൽ ഇക്കണോമിക്സ്. ദിസ് പ്രിൻസിപ്പിൾസ് ആൾസോ നോൺ ആസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഇതിന് മറ്റൊരു പേരാണിത്, പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് വെച്ചാൽ ആൻ ഇൻപുട്ട് ഷുഡ് ബി അലോക്കേറ്റഡ് ഇൻ സച്ച് മാനർ ദാറ്റ് ദ വാല്യൂ ആഡഡ് ബൈ ദി ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻപുട്ട് ഈസ് സെയിം ഇൻ ആൾ യൂസേഴ്സ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഡീഷണൽ ആയിട്ട് നമ്മളൊരു സാധനം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യണം, മുൻപത്തെ പോലെ പൂർണ്ണമായിട്ടും നമുക്ക് ലഭിക്കണം, ഒരേപോലെ ലഭിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇൻ ദിസ് വേ ദ പ്രിൻസിപ്പിൾ പ്രൊവൈഡ്സ് ബേസ് ഫോർ മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ആൾ ദി ഇൻപുട്സ് ഓഫ് എ ഫേം സോ ആസ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റബിലിറ്റി. നമ്മൾ സാധനം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് മാക്സിമം എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. എന്നാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കതിൻ്റെ മാക്സിമൈസ് ദ പ്രോഫിറ്റബിലിറ്റി, നമ്മൾ ലാഭം എന്ത് ചെയ്യുള്ളൂ, പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇക്യൂ മാർജിൻ പ്രിൻസിപ്പൾ ക്യാൻ ബി അപ്ലൈഡ് ഡിഫറെൻറ്റ് ഏരിയസ് ഓഫ് മാനേജ്മെൻറ്റ്. മെയിനായിട്ട് എന്ത് ചെയ്യുന്നു, യൂസ്ഡ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതേപോലെ തന്നെ റിസോഴ്സുകൾ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഉള്ളതാണ്. ഈ 5 കോൺസെപ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്, പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്, ഇക്വിയോ മാർജിൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇന്ന് ക്ലാസ് എടുക്കുന്നുള്ളൂ. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.